By night, on my bed, I saw him whom my soul loveth. I sought him, but I found him not till I will rise now and go. കഴിഞ്ഞ ദിവസം എപ്പോഴും എസ്തർ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ അല്ലാത്ത കാര്യങ്ങളെ പറ്റിയൊക്കെ. അത് എന്നോടൊരു ചേച്ചി പറഞ്ഞതായിരുന്നു. മീൻസ് ഡേറ്റിംഗിലേക്ക് കടക്കുമ്പോൾ മീൻസ് ആക്ച്വലി ഒരു മെച്യൂർഡ് ആയ സമയത്തെ ഡേറ്റിംഗ് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. കാരണം ഒരു കാത്തലിക് ക്രിസ്ത്യൻ വ്യൂവിൽ കല്യാണം എന്നൊരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ, മാരേജ് എന്നൊരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഡേറ്റിങ്ങിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ആൻഡ് ഇഫ് ഐ എം സീരിയസ് അബൌട്ട് ഗെറ്റിംഗ് മാരീഡ് ആൻഡ് ഐ എം സ്റ്റാർട്ടിങ് ടു ഡേറ്റ് എ ഗായ്, വീട്ടുകാരെല്ലാവരും അറിയുന്നൊരു സമയത്തായിരിക്കില്ല എനിവേ ഇത് തുടങ്ങുക. സോ അതിൽ കുറച്ച് നെഗോഷ്യബിൾസും നോൺ നെഗോഷ്യബിൾസും വേണം എന്നാണ് ആ ചേച്ചി പറഞ്ഞത്. നെഗോഷ്യബിൾസ് ഇസ് ലൈക്ക്, അതായത് ഞാനിപ്പം ഒരു സീരിയസ്ലി കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പൊ അതില് ഞാനിപ്പോ ചിന്തിക്കുമ്പം ഇന്ന കാര്യങ്ങള് അത് തന്നെ മീറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കുറച്ച് കോൺസ്റ്റൻസും കുറച്ച് വേരിയബിൾസും, കുറച്ച് വേരിയബിൾസ് എനിക്ക് ഓക്കെ മാനേജ് ചെയ്ത് പോവാം. പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ അതിനെ ഞാൻ കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. രീതിയിലും കോംപ്രമൈസ് ചെയ്യരുത് എന്നാണ് ആ ചേച്ചി ഇങ്ങനെ സോളിഡ് ഒരു വിട്ടുവീഴ്ച. മീൻസ് അത് നമ്മൾ പേഴ്സണലി നോൺ നെഗോഷ്യബിൾ ആയിട്ട് തന്നെ പിടിക്കണം എന്നാണ് ചേച്ചി. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ഒരു നല്ല ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാടുന്നു. നമ്മളുടെ ഒരു പേഴ്സണൽ ലൈഫിന്റെ കൺവിക്ഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഓക്കെ കേൾക്കാൻ കൊതിയാവുന്നു എന്തൊക്കെയാണ് നോൺ നെഗോഷ്യബിൾ തിങ്സ്. ചേച്ചി പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ വിശ്വാസം. ഒരു രീതിയിലും നമ്മുടെ വിശ്വാസത്തിനെതിരായ നിൽക്കുന്ന ഒരു വ്യക്തി മീൻസ് അവരെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നല്ല, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ എന്റെ വിശ്വാസത്തിനെ റെസ്പെക്ട് ചെയ്യാത്ത ഒരാളെ അനുവദിക്കുന്നില്ല. എന്റെ വിശ്വാസം ഞാൻ ഒരു രീതിയിലും നെഗോഷിയേറ്റ് ചെയ്യുന്നില്ല. Okay, so that means if I am a Christian, if I believe in Christ, then I wish ഞാൻ ആ ഫെയ്ത്തിനെ അതിലുള്ള ആളെ തന്നെ അത് മതി. ഞാൻ വേറൊരാള് ഈവൻ ഇഫ് ഐ ഫീൽ ഒരു അട്രാക്ഷൻ തോന്നിയാൽ പോലും ഐ എം നോട്ട് ഈവൻ കൺസിഡറിങ് ഇറ്റ്. ഓക്കെ, ജസ്റ്റ് ടു സോറി ഫോർ ദി ഇന്ററപ്ഷൻ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് ദാറ്റ് പേഴ്സൺ ഇസ് ഫോളോയിങ് ദ ഫസ്റ്റ് കമാൻഡ്മെന്റ്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്. അല്ലാതെ നമുക്ക് ആരോട് ഇഷ്ടമില്ലാനിട്ടോ ഒന്നുമല്ല. ബട്ട് ദ തിങ് ഇസ് ഹിയർ അവർ ഗോഡ് അബവ് എവറിഥിങ് ആൻഡ് ദാറ്റ് ഇസ് അതാണ് ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യം അല്ലേ. അപ്പൊ അതുകൊണ്ട് അത് ഒരു വളരെ നല്ല കാര്യമാണ്. അല്ല നമുക്ക് ഒരു മനുഷ്യ സ്നേഹം ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. അല്ല ഞാൻ നോട്ട് ഓൾസോ അത് മാത്രമല്ല, ഇപ്പൊ എനിക്ക് ഒരു ഫീലിംഗ് ഇല്ലാത്തത് കൊണ്ടോ അല്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ എം നോട്ട് അട്രാക്റ്റഡ് ടു ദിസ് ഗായ്. മേ ബി ഐ മൈറ്റ് ബി അട്രാക്റ്റഡ്, പക്ഷെ എന്നാലും ഐ ചൂസ് ടു സ്റ്റിക്ക് വിത്ത് ദിസ് നോൺ നെഗോഷ്യബിൾ. ഇത് ഈ ഫെയ്ത്ത് ഐ എം നോട്ട് ഈവൻ നെഗോഷിയേറ്റിംഗ് വിത്ത് ദിസ്. ഇതിന് ഈ മീൻസ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് വിവാഹം എന്നൊരു സിനാരിയോയിൽ മാത്രമേ ഉള്ളൂ, ഡേറ്റിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നത്. ആൻഡ് അതിൽ ഫസ്റ്റ് തിങ് ഈ ചേച്ചി പറഞ്ഞത് ഫെയ്ത്ത് ആയിരുന്നു. പിന്നെ നമ്മുടെ ചാസ്റ്റിറ്റി, നമ്മുടെ പ്യൂരിറ്റി, അതിനെ എനിക്ക് ദൈവം തന്ന ഒരു ഡിഗ്നിറ്റീനെ മാനിക്കുന്ന ഒരു ആള്. ഞാൻ നമ്മുടെ വിശുദ്ധി, നമ്മുടെ ജീവിത വിശുദ്ധി, അല്ലെങ്കിൽ ഇപ്പൊ കല്യാണ പെർസ്പെക്റ്റീവ് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഐ എം കീപ്പിംഗ് മൈ എന്റെ ശരീരമൊക്കെ ഒരു ഗിഫ്റ്റ് ആയിട്ട്, എന്റെ വെർജിനിറ്റി വാട്ട് ഐ എം ഹാവിങ്, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് വേണ്ടി ആൾക്കേ ഞാൻ ഇത് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ഞാൻ റിവീൽ ആക്കുന്നുള്ളൂ എന്നുള്ള ഒരു സാധനം അല്ലെ. പിന്നെ പറയുന്നുണ്ടല്ലോ ദൈവത്തിന്റെ ആലയാണ് നമ്മുടെ ശരീരം. യെസ്. അപ്പൊ വിശുദ്ധീനെ മാനിക്കുന്ന ഒരു ആള്. ഓക്കെ, എന്റെ വിശുദ്ധീനെ മാനിക്കുന്ന, ഞാൻ ആളുടെ വിശുദ്ധീനെ മാനിക്കും, അതും നോൺ നെഗോഷ്യബിൾ ആണ്. ഓക്കെ, ദാറ്റ് സൗണ്ട്സ് റിയലി ഗ്രേറ്റ് അല്ലെ. കാരണം കല്യാണത്തിന് മുമ്പുള്ള പ്രീ മാരിറ്റൽ സെക്സ് മുതലായ, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ഉറപ്പിച്ചെങ്കിലും അതെ അതില് ഞാൻ തീർച്ചയായിട്ടും ആ വ്യക്തിയെ ഞാൻ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഹി ഷുഡ് ഓൾസോ റെസ്പെക്ട് മൈ പ്യൂരിറ്റി. എന്റെ ചാസ്റ്റിറ്റിക്കും അയാള് കളങ്കം വരുത്തരുത്. പിന്നെ നമ്മുടെ പ്രോ ലൈഫ് വ്യൂസ് എങ്ങനെയാണ്, മീൻസ് ഹൗ ഓപ്പൺ ആർ വി ടു ലൈഫ്, ദൈവം തരുന്ന മക്കളെ മീൻസ് അൾട്ടിമേറ്റ്ലി വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കപ്പിൾ, പ്രോക്രിയേഷൻ ആൻഡ് യൂണിയൻ, അതില് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ള ബേസിക് എലമെന്റ് ആണല്ലോ. പക്ഷെ അതിന് എത്ര ഓപ്പൺ ആണ് ആള്, വ്യക്തി, ഇതെല്ലാം നോൺ നെഗോഷ്യബിൾസ് ആണ്. അത് മീറ്റ് ചെയ്യുന്ന ബാക്കിയുള്ള എനിക്ക് തോന്നുന്നു ജോലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം വീട്ടില് കൊച്ചുങ്ങളെ നോക്കാം, അതൊക്കെ മേ ബി വി കുഡ് നെഗോഷിയേറ്റ്. പക്ഷെ ഇതെല്ലാം ബേസിക്. ശരി. അപ്പം കല്യാണം കഴിഞ്ഞ സമയത്ത് ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പം എന്റെ കൂടെ വർക്ക് ചെയ്തൊരു ചേച്ചി, ആള് ട്രിവാൻഡ്രത്ത് ഇൻഫോസിസിലായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോ ഹസ്ബൻഡ് ചെന്നൈയിലാണ്. അപ്പൊ ആള് മൂവ് ചെയ്തു, അങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിച്ച് മാറി. അല്ലാതെ
അതൊക്കെ അവരുടെ സ്നേഹത്തിൽ വരുന്ന കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് ആണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലെങ്കിൽ ഇപ്പൊ ചേട്ടൻ ഇങ്ങോട്ട് വരട്ടെ അങ്ങനെയൊന്നും അല്ലാതെ പരസ്പരം കുറെ കാര്യങ്ങളൊക്കെ വിട്ടുവീഴ്ച ചെയ്യാനും, അല്ലെങ്കിൽ ഇപ്പൊ രണ്ടുപേരും കൂടെ എന്നാ ഓക്കെ നമുക്ക് കുറച്ചുകൂടെ ഒരു ബെറ്റർ ലിവിങ്ങിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് പോവാം, അങ്ങനെ അതൊക്കെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ, ഫാമിലിയിൽ വരുത്തുന്ന അഡ്ജസ്റ്റ്മെന്റ്സും ഒക്കെ. ഇതെല്ലാം മീറ്റ് ചെയ്താൽ മാത്രം മുന്നോട്ട് പോയാൽ മതി. ഈ മീറ്റ് ചെയ്യാന്ന് പറയുമ്പോഴും ശരിക്കും പറഞ്ഞ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് പ്രയോറിറ്റി ഈശോയ്ക്കാണ് അല്ലെ. അതായത് എന്റെ ദൈവത്തിന് ഒരു പ്രയോറിറ്റി ഉണ്ട്. അപ്പം ബാക്കിയുള്ള അവസ്ഥകളിലേക്കൊക്കെ പോകുന്നവര് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ എന്റെ പ്രയോറിറ്റി മാറി പോകുന്നുണ്ടോ എന്നുള്ളത്. അത് പ്രയോറിറ്റി മാറുമ്പോ പിന്നെ വേറെ എന്ത് ഇടയിൽ വന്നാലും ചിലപ്പോ അവർക്കൊന്നും അത് അത്ര പ്രശ്നമാവണമെന്നും നിർബന്ധം. അതെ അതെ. അപ്പൊ ഞാനിങ്ങനെ ഇത് പറഞ്ഞപ്പോ ഓർക്കായിരുന്നു, വചനത്തിൽ പറയുന്നുണ്ടല്ലോ നമ്മൾ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോഴേ ആദ്യം അവിടുത്തെ രാജ്യനീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടും എന്ന് പറഞ്ഞ പോലെ ഇപ്പം എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോ തോന്നിയ ഒരു സാധാ ആള് ഇത് കേൾക്കുമ്പം ഫെയ്ത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം, ഓക്കെ. അത് കഴിഞ്ഞ് ഞാന് എന്റെ വിശുദ്ധി, ഓക്കെ. ഇനിയിപ്പൊ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും, ഓക്കെ. വീട്ടിൽ പറയാനും പറ്റില്ല. ഐ ഹാവ് ഹേർഡ് അങ്ങനത്തെ ഒരു കൊച്ചിന്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് കല്യാണം ഉറപ്പിച്ചു, 2 വീട്ടുകാർ തമ്മിൽ ഫുള്ള് ഓക്കെയാണ്, പക്ഷെ ഈ പുള്ളി ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുവാണ്. പുള്ളിന്റെ ഫെയ്ത്ത് എനിക്ക് കൃത്യം അറിയില്ല, ഞാൻ ഈ മോളെയാണ് കാണുന്നത്. അപ്പൊ ഈ പുള്ളി ഇങ്ങനെ ഫിസിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നു, ആൻഡ് ഷീ ഈസ് സ്ട്രഗ്ലിംഗ് ലൈക്ക് എനിത്തിങ്. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞു കൊടുത്ത നീ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ സർട്ടൺ ടൈംസ് യു മേ ഹാവ് ടു സേ നോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോ പറയുമ്പോ ആസ് വി വാസ് സ്പീക്കിംഗ് അബൌട്ട് നമ്മുടെ ചാസ്റ്റിറ്റീനെ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്യൂരിറ്റി നമ്മൾ കല്യാണം വരെ കാത്തു വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നേ വേ നമ്മള് നോക്കും കൂടെയാണ്. കല്യാണം ഉറപ്പിച്ചിട്ട് കല്യാണം കഴിക്കുന്നിടം വരെ അതൊരു ഡിസേൺമെന്റ് ടൈമാണ്. വി ആർ ചെക്കിങ്. അതായത് ഈ പുള്ളിക്ക് എന്തോരം അല്ലെ, ശരിക്കും ഞാനൊരാളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കല്യാണം കഴിഞ്ഞാൽ ഇവര് തമ്മിൽ സെക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതുവരെ എനിക്ക് വേണ്ടി കാത്തിരിക്കാവുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞ ദാറ്റ് ഈസ് സംതിങ് സോ പ്രഷ്യസ് ആൻഡ് വാല്യുബിൾ ആൻഡ് ബ്യൂട്ടിഫുൾ, റൈറ്റ്? അപ്പം ഈ ഒരാൾക്ക് തീർച്ചയായിട്ടും കല്യാണം കഴിഞ്ഞാലും കാത്തിരിക്കാൻ പറ്റും. ഒട്ടും കാത്തിരിക്കാൻ പറ്റാത്ത ആളെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ചാൽ ഇയാള് ഇങ്ങനെ കാത്തിരിക്കുന്ന തന്നെ ഉറപ്പ്. എസ്തർ പറഞ്ഞ പോലെ, അലീന പ്രാർത്ഥിക്കുന്ന പോലെ, ആസ് ഷീ ഈസ് സെർച്ചിങ് ഫോർ ഹർ സ്പൗസ്, നമ്മള് ഇതിന്റെ വില അറിഞ്ഞ് എനിക്കൊരു പങ്കാളി വേണം എൻ്റെ ലൈഫിൽ എന്ന് ചിന്തിച്ച് നമ്മൾ ഡേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ആൻഡ് വെൻ വി ഗീവ് ദ പ്രോപ്പർ റെവറൻസ് ആൻഡ് പ്ലേസ് ഫോർ ഗോഡ്, ബാക്കിയെല്ലാം വിൽ ഫോൾ ഇൻ പ്ലേസ്. ഈവൻ ദോ ഫീൽ ലൈക്ക് ഇതൊക്കെ മീറ്റ് ചെയ്യുമെന്നുള്ള. ഞാൻ ഈ ബുക്കിൽ ഇങ്ങനെ ഒരു പുള്ളിക്കാരി, ഐ ഫോർഗോട്ട് ഹർ നെയിം, പക്ഷെ ആ പുള്ളിക്കാരി ഇങ്ങനെ പറയാണ്, എല്ലാവരുടെയും വിചാരിപ്പം നല്ല ആണുങ്ങളൊന്നും ഇല്ല, ആരിപ്പം നല്ല ആണുള്ളത്, ക്ലാസ്സിൽ നോക്കുമ്പോ എല്ലാതും എല്ലാം ഓരോ വഴിക്ക് പോയി, താഴെയുള്ളവർ നോക്കുമ്പോ അതും കണക്ക്, മേലെയുള്ളവർ നോക്കുമ്പോ അതും കണക്ക്. പിന്നെ നമ്മളിങ്ങനെ മൂത്താപ്പകളായിട്ട് നടക്കേണ്ടി വരുമോ, മൂത്ത് നനച്ചിരിക്കേണ്ടി വരുമോ എന്നുള്ള. അപ്പോ അതിൽ നിന്നിട്ട് ഈ പുള്ളിക്കാരി പറയാണ്, ബട്ട് എന്തൊക്കെ തന്നെ ഇതേ സിറ്റുവേഷൻ തന്നെ ഈ പുള്ളിക്കാരി അടുത്ത് കല്യാണം കഴിഞ്ഞൊരു ലേഡിയാന്ന് എനിക്ക് വിചാരിക്കണു ഞാൻ. ഷി വാസ് ടെലിംഗ് ലൈക്ക്, പക്ഷെ എന്നാലും എന്തൊക്കെ ഉണ്ടെങ്കിലും സ്ട്രഗിൾ ആണെങ്കിലും ഷീ കെപ്റ്റ് ഹെർ ചാസ്റ്റിറ്റി, അവളുടെ ആ ഫുൾ പ്യൂരിറ്റി, അല്ലെങ്കിൽ അവളുടെ ശരീരത്തിന്റെ വിശുദ്ധി, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് കിസ് പോലെ അവൾ ആർക്കും കൊടുക്കാതെ സേവ് ചെയ്ത് വെച്ചിട്ട് ഈശോ അവൾക്ക് നല്ലൊരാളെ തന്നെ കൊടുത്തു. എന്നിട്ട് അവള് പറയാണ്, നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് മാത്രമല്ല എന്ന്, എന്റെ ചേച്ചിക്കും നല്ല ആളെ തന്നെ കിട്ടിയേ, എന്റെ അനിയത്തിക്കും നല്ല ആളെ തന്നെ കിട്ടിയേ. ശരിക്കും ആ വിവാഹം എന്ന കൂതാശ കഴിയുമ്പോഴാണ് അതിനൊക്കെ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു അതിന്റെ മനോഹാരിത വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അല്ല ഈ പ്രേമവും സ്നേഹവും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു തലമുറയെ കാണുന്നുണ്ട് സിസ്റ്റർ. മീൻസ് പ്രേമം തന്നെയാണ് സ്നേഹം, അതിനെപ്പറ്റി ഒന്ന് എനിക്ക് തോന്നുന്നു എന്റെ സാന്ദ്രയ്ക്ക് അതിനെ കുറിച്ച് എന്തോ പറയാനുണ്ട്. അല്ല, ചേച്ചി ഇപ്പൊ പറഞ്ഞത് പ്രേമവും സ്നേഹത്തെ വെച്ചിട്ടാണല്ലോ. സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരോടും തോന്നുന്നതാണ്, എനിക്ക് നിങ്ങളൊക്കെ സ്നേഹിക്കുന്നു, എല്ലാവരോടും തോന്നുന്നതാണ്. പക്ഷേ പ്രണയം എന്ന് പറയുന്നത് സംതിങ് സ്പെഷ്യൽ, അല്ലെങ്കിൽ ഒരാളോട് മാത്രം തോന്നുന്നതാണ്. പ്രണയം ഒരിക്കലും തെറ്റല്ല, പക്ഷേ അത് നമ്മൾ എങ്ങനെ അതിനെ കൊണ്ടുപോകുന്നു എന്നുള്ളതിലാണ്. ലൈക്ക് ഇപ്പോൾ നമ്മുടെ ഇന്റൻഷൻ വേറെ ആണെങ്കിൽ അവിടെ അത് തെറ്റായി മാറുകയാണ്, പ്രണയമേ തെറ്റായി മാറുകയാണ്. എനിക്ക് തോന്നുന്നു സാന്ദ്രയ്ക്കുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്ന ഒരു നല്ല പ്രണയം, ഇറ്റ്സ് ലൈക്ക്, അതായത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളായിട്ടുള്ള ഒരു ബന്ധത്തെയാണ് എനിക്ക് തോന്നുന്നു സാന്ദ്ര പ്രണയമായിട്ട് ഡിഫൈൻ ചെയ്യണം. ആ ഒരാൾക്ക് വേണ്ടി ഏറ്റവും നന്നായിട്ട് ആ വ്യക്തിനെ സ്നേഹിക്കുന്നു, പക്ഷെ ആ പേരിൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഒപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് പ്രണയം. അതാണ് സാന്ദ്രയുടെ ഭാഷയിൽ അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ നല്ല നല്ല കാത്തലിക് ഇൻഫ്ലുവൻസേഴ്സ്. ഓക്കെ, കുറച്ച് പേരുടെ പേരൊക്കെ പറഞ്ഞ എമിലി ഞാൻ സ്ഥിരം ഫോളോ ചെയ്യുന്നതാണോ? ലൈക്ക് നല്ല രസമായിട്ടാണ് റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. എപ്പോഴും ആള് പറയുന്ന ഒരു കാര്യമായിരുന്നു,
ദ ഗൈ ദറ്റ് യു വോണ്ട് ടു ഫോളോ, നമ്മൾ സ്വീകരിക്കുന്ന ആള്, ഹി ഷുഡ് ആക്ച്വലി റെസ്പെക്ട് യു, ഹി ഷുഡ് പെർസ്യൂ യു. ഓക്കെ. ആ റെസ്പെക്റ്റും പെർസ്യൂവും ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദ ബെസ്റ്റ് എന്ന രീതിയിലേക്ക്. അല്ലാത്ത എല്ലാത്തിനോടും ഡയറക്റ്റ് ആയിട്ട് നോ പറയാം, നോ പറയണം. ഈ നോ പറയുന്നത് എന്ന് പറയുന്ന ഒരു അഗ്രഷൻ ആയിട്ടല്ല കാണണ്ടേ, അത് നമ്മളെ തന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാം. ചില കാര്യങ്ങൾ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്ന് പറയില്ല. ഇപ്പൊ സെൽഫ് ലവിന്റെ കാലമാണല്ലോ. അപ്പം ആ കാലത്ത് നമ്മൾ പ്രത്യേകിച്ചും അതിനെ കാണേണ്ട രീതി എന്ന് വെച്ചാൽ, എന്റെ വ്യക്തിസ്വാതന്ത്ര്യത്തെ എന്ന് പറയുമ്പോഴും ഞാനും എന്റെ വ്യക്തിത്വത്തെ, ഞാനും എന്റെ ദൈവവും തമ്മിലുള്ള റിലേഷൻഷിപ്പും ഞാൻ എന്നോട് തന്നെ ഉള്ളതിനും ഞാൻ എങ്ങനെ എന്നെ ക്യാരി ചെയ്യണോ അതിനെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അതിനെതിരായിട്ട് വരുന്ന എന്തും എനിക്കുള്ള നന്മയല്ല. അപ്പൊ അങ്ങനെ അല്ലാത്തതിനെ അല്ല എന്ന് കാണുന്ന മൊമെന്റിൽ തന്നെ നോ പറയാൻ പഠിക്കണം. അത് തമാശക്കായിട്ട് ചെറുതായിട്ട് ഞാൻ ഒന്നിങ്ങനെ നോക്കട്ടെ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ അതാണെന്ന് മനസ്സിലാക്കുമ്പോഴേ നോ പറയാ എന്നുള്ള ഒരു, നോ ഇസ് എ സ്ട്രോങ് വേർഡ്. നോന് ഒറ്റ മീനിങ് ഉള്ളൂ, നോ ഇസ് നോ. നോ പറഞ്ഞാൽ കഴിഞ്ഞു. അതില് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു യെസിന്റെ അർത്ഥം വരും. ഞാനിതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും നമ്മളിങ്ങനെ ഓരോ മക്കളെ കാണുമ്പോഴും ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ കയറി, പിന്നെ അത് കഴിയുമ്പോഴത്തേനും ഫോട്ടോസായി, പിന്നെ വീഡിയോ കോളായി, ദാറ്റ് എല്ലാം കാണിച്ചു കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഒരു സൈഡിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു അവസ്ഥയും, അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് ചിലപ്പം റൂം എടുത്തിട്ട് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോയിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വേസ്റ്റ് ആക്കി പോകുന്ന സമയത്തും, ഇനി വേസ്റ്റ് അല്ലെങ്കിൽ കൂടെ സംവേർ അവളുടെ ഉള്ളിൽ ആ കുട്ടിയൊക്കെ പറഞ്ഞ് ഞാൻ ഓർക്കട്ടെ, ഇങ്ങനെ കുട്ടി ഒരു സ്വയം ഒരു മതിപ്പൊക്കെ, ഒരു സെൽഫ് വർത്ത് അല്ലെങ്കിൽ ഒരു വാല്യൂ ഒക്കെ പോയി, സ്വന്തം ശരീരത്തോട് തന്നെ ഒരു വെറുപ്പും, അല്ലെങ്കിൽ എല്ലാം കാണിച്ചൊക്കെ കഴിഞ്ഞു. അപ്പം ഒരു ഭയങ്കര ഒരു ശൂന്യതയിലും ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിലുമാണ് ആ കുട്ടീനെ കണ്ടുമുട്ടുന്നതൊക്കെ. അതിൽ നിന്നൊക്കെ ആ കുട്ടീനെ ഒന്ന് പൊക്കിയെടുക്കാൻ നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ വരുമ്പോ തോന്നും, ശരിക്കും കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ it wouldn't have been this bad. ഇത്രയും മോശമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ആ കുഞ്ഞിനെ, കാരണം ഇങ്ങനെ ഇമോഷണലിയും എല്ലാം മെന്റലിയും ഫിസിക്കലിയും ഒക്കെ ഒത്തിരി, എനിക്കറിയാം ഒരു കുട്ടി വിദേശത്തു നിന്ന് വിളിച്ച ഒരു കുട്ടി പറഞ്ഞ ഒരു ഇതായിരുന്നു, അവള് വളരെ സീരിയസ് ആയിട്ടൊരു റിലേഷൻഷിപ്പിലായിരുന്നു. പക്ഷെ ആ പയ്യൻ എല്ലാം അവരുടെ ഫിസിക്കൽ ഇതൊക്കെ, പിന്നെ പുറത്തും കൂടെ പോയി കഴിയുമ്പോൾ കുറച്ചുകൂടി നമ്മൾ പാരന്റ്സിന്റെ മറ്റേ നമ്മുടെ അപ്പൻ കണ്ണുകളും സംഭവങ്ങളും നമ്മുടെ കൂട്ടത്തിലില്ല. ആൻഡ് ഷീ ലോസ്റ്റ് ഹർ വെർജിനിറ്റി ആൻഡ് ഫൈനലി ദിസ് ഗൈ ചീറ്റഡ്. ഓക്കെ. അപ്പം ഈ കുഞ്ഞ് വളരെ സങ്കടത്തോടെയാണ് അവിടെ നിന്നിട്ട് വിളിച്ച് പറയണേ, ഞാനിങ്ങനെ ഓർക്കരുതേ, അടുത്ത എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചെങ്കിൽ അതിനെ ഒന്ന് ആശ്വസിപ്പിക്കായിരുന്നു. കാരണം എന്ത് പറഞ്ഞാൽ അവളെ സമാധാനിപ്പിക്കും, ബിക്കോസ് ഷി വാസ് സോ സീരിയസ് ഇൻ ഹർ റിലേഷൻഷിപ്പ്. ബട്ട് ഷീ തോട്ട് ദാറ്റ് ഇതൊക്കെ അവനോടുള്ള സ്നേഹമാണെന്ന്, അല്ലെങ്കിൽ അവൻ ഇത് ആവശ്യപ്പെടുമ്പോൾ ഹൗ വിൽ ഐ സേ നോ, ഞാൻ നോ പറഞ്ഞാൽ എനിക്ക് ആ സ്നേഹം നഷ്ടപ്പെടുവോ എന്നുള്ള ചിന്തയിൽ അത് കൊടുക്കുന്നു. പിന്നെ ആൻഡ് ഷീ വാസ് ക്രൈങ്. എന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞാൽ ഞാൻ ആ കൊച്ചിനെ ആശ്വസിപ്പിക്കും, ഞാൻ പറഞ്ഞിട്ടൊന്നും അവൾക്ക് ആശ്വാസമായിട്ടാവുന്നുമില്ല. കാരണം നമുക്കറിയാം, ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഹൃദയം ഒരു അല്ലെ, ഇപ്പൊ കല്യാണത്തിൽ തന്നെ നമ്മൾ ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ ആ ഒരാളെ സ്നേഹിക്കാനുള്ള ഒരു പൊട്ടൻഷ്യലോട് കൂടി, അല്ലെങ്കിൽ ഒരു സെക്ഷൽ ആക്ട് പോലും വെച്ചിട്ടുള്ളത് ആ ഒരു വ്യക്തിയായിട്ടുള്ള ബോണ്ടിങ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മുടെ ഒരു പ്ലഷർ എന്നുള്ളതിന് മാത്രമല്ല. ഇറ്റ് ഇസ് മെയിൻ പർപ്പസ് ഇസ് ദ യൂണിയൻ ബിറ്റ്വീൻ ദ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പൊ ആ പർപ്പസൊക്കെ അത് അത്രയും നമ്മുടെ ശരീരവും നമ്മുടെ മൈൻഡും എല്ലാം അതിനോട് കണക്റ്റഡ് ആണ്. അപ്പൊ ഇത്രയും ഒരു സീരിയസ് ആയിട്ട് ഡേറ്റ് ചെയ്യുന്ന ഒരാളൊക്കെ, ഇപ്പൊ ഒരു പെൺകുട്ടീനൊക്കെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി ഷീ വിൽ തിങ്ക് ദാറ്റ് ദിസ് ഇസ് ഗോയിങ് ടു ബി മൈ ഹസ്ബൻഡ് ആൻഡ് യുനോ ദ ഫാദർ ഓഫ് മൈ ചിൽഡ്രൻ, ദിസ് ആൻഡ് ദാറ്റ് ആൻഡ് എവറിത്തിങ് എല്ലാം കഴിഞ്ഞ്, അപ്പം ഈ ഒരു ട്രസ്റ്റിൽ ഇങ്ങോട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇഫ് ദാറ്റ് പേഴ്സൺ ചീറ്റ്സ്, ദെൻ അവളെ എങ്ങനെ ഷാറ്റേഡ് ആവാതിരിക്കും. അപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ അവള് അത് തുടക്കത്തിൽ ശ്രദ്ധിക്കണമായിരുന്നു. അവിടെയാണ് നമ്മൾ ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സഭ പറഞ്ഞു തരുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണേ, നമുക്ക് ഇവരെ വിഷമിപ്പിക്കണം അല്ലെങ്കിൽ സ്നേഹിക്കാതിരിക്കണം എന്നുള്ളതല്ല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. വി ജസ്റ്റ് വിഷ് ദെയർ ലവ് ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ, ഇറ്റ് ഷുഡ് റിമെയിൻ ഫോർ എവർ. നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ എന്നെ പറയുന്നത്, എല്ലാ സുഖത്തിലും ദാരിദ്ര്യത്തിലും സന്തോഷത്തിലും ഒക്കെ എല്ലാ സിറ്റുവേഷനിലും ഇന്നു മുതൽ മരണം വരെ, അപ്പം അവിടെ വരെ അത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു ഒബീഡിയൻസ്, ഒരു ഹ്യൂമിലിറ്റി, ഒരു ചാസ്റ്റിറ്റി, അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ്, ഒരു പ്രാർത്ഥന, ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോഴാണ് ആ ഒരു, എനിക്ക് തോന്നുന്നു എസ്തറാണോ നേരത്തെ പറഞ്ഞ ഒരു ബട്ടർഫ്ലൈക്ക് വേണ്ടി നോക്കാതെ, യു വാസ് ടെല്ലിങ് സംതിങ്, വാട്ട് വാസ് ദാറ്റ്? ബട്ടർഫ്ലൈ ഫീലിങ്ങിന് വേണ്ടി മാത്രം നോക്കാതെ ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചതായിരുന്നു,
ബട്ടർഫ്ലൈ ഫീലിങ്സ് കുറച്ച് കഴിയുമ്പം നിന്ന് പോകും. പക്ഷെ ഒരു ഗാർഡൻ തന്നെയാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. കുറച്ച് സീഡ്സ് ഒക്കെ ഇട്ട് വെള്ളമൊഴിച്ച് വളമൊക്കെ ഇട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയ ഒരു ഗാർഡൻ, അതാണ് സത്യത്തിൽ ലാസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് പേഷ്യൻസ്, ഹ്യൂമിലിറ്റി എല്ലാം ഉണ്ട് അല്ലെ. നമ്മൾ കാത്തിരിക്കണ ഒരു നല്ല സമയമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അല്ലെ, ഇപ്പം ഇങ്ങനെ കാത്തിരുന്നിട്ട് കല്യാണം കഴിച്ചവരുടെ കഥകളും എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യു റിമെമ്പർ എനി വൺ ഹൂ ഇങ്ങനെ? ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ചേട്ടനൊക്കെ ഇങ്ങനെ, അതായത് വേറൊരു പെൺകുട്ടീനെയൊക്കെ നോക്കുമ്പോൾ പോലും ചില സമയത്ത് അതിനോടൊരു വികാരം തോന്നിയാൽ കൂടെ ആ ഫീലിങ്സ് ഒക്കെ ഇല്ല, ഐ ഷുഡ് സേവ് ദിസ് ഫോർ മൈ വൈഫ് എന്നുള്ളത് വെച്ചിട്ട് ആ വിവാഹ ദിവസം ആഫ്റ്റർ ദൈവം അവരുടെ വിവാഹം ബ്ലെസ് ചെയ്ത് കഴിഞ്ഞിട്ട് നൗ യു മേ കിസ് യുവർ ബ്രൈഡ്, നമ്മുടെ നാട്ടിലതൊന്നും ഇല്ല, പക്ഷെ എന്നാലും ഇതിങ്ങനെ കാത്തു വെച്ചിട്ട് ആ മൊമെന്റിൽ ചെയ്യുമ്പോൾ അവര് പറയുന്ന ഒരു ഭയങ്കര ഒരു സന്തോഷവും അതൊരു ഒരു 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 വിശ്വാസം. ഇതിൽ കൂടുതൽ ഒരു വ്യക്തിക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് എങ്ങനെ, ഇതിൽ കൂടുതൽ എങ്ങനെ പ്രൊക്ലെയിം ചെയ്യാൻ പറ്റും? ആൻഡ് ആഫ്റ്റർ മാരേജ് വെൻ ദേ ആർ ബിക്കമിങ് വൺ ത്രൂ ദ കോൺജുഗൽ ആക്ട്, ഇറ്റ് ഈസ് ലൈക്ക് ദേ ആർ ഡിക്ലെയറിംഗ് ദാറ്റ് ഐ എം ടോട്ടലി യോഴ്സ്. ഞാൻ എടുക്കുമ്പോൾ ക്ലാസ്സിൽ ഇങ്ങനെ പറയാറുണ്ട് പിള്ളേരോട്, ഓക്കെ 2 പേര്, അപ്പോൾ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും, അവര് ഭയങ്കര സ്നേഹമാണ്, സമയമൊന്നും ആയിട്ടൊന്നുമില്ല, സമയമാവാതെ പ്രണയത്തെ ഇളക്കി വിട്ട ടീമുകളാണ്. അവര് വിശ്വസിക്കുന്നു അവർ കല്യാണം കഴിക്കും, അപ്പൊ കല്യാണം കഴിക്കുന്നൊക്കെ പറയുന്നു. ആൻഡ് ഫൈനലി ഷീ ഈസ് ഗെറ്റിംഗ് പ്രഗ്നന്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? സന്തോഷമാണോ തോന്നുന്നത്? സങ്കടമാണോ തോന്നുന്നു? അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഫീൽ? ഒരു ഡിസപ്പോയിന്റ്. ഞാൻ ക്ലാസ്സിലേക്ക് പിള്ളേരൊക്കെ ഓക്കെ, ദ സെയിം സിനാരിയോ ഐ എം പുട്ടിങ് ഇറ്റ് ഇൻ ദിസ് വേ. ജോസഫ് ആൻഡ് ടെസി, അല്ലെങ്കിൽ ടെസ ഗോട്ട് മാരിഡ് ആൻഡ് കല്യാണം കഴിഞ്ഞ് ഒരു 5-6 മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പം ആൻഡ് ദേ ആർ ഗെറ്റിംഗ് ന്യൂസ് ദാറ്റ് ടെസ ഈസ് പ്രഗ്നന്റ്. അപ്പൊ നമ്മുടെ ഫീലിംഗ് എന്തായിരിക്കും? വെരി ഹാപ്പി. വെരി ഹാപ്പി. ഓ, വീട്ടിൽ പുതിയൊരാള് വരുന്നു. അപ്പൊ എന്താ ഇപ്പൊ ഇവിടെ വ്യത്യാസം? അല്ലെ, ഇതേ സിനാരിയോ തന്നെയായിരുന്നല്ലോ. അതെ, ഷീ വാസ് ഗെറ്റിംഗ് പ്രഗ്നന്റ്, ഇവിടെ അവള് പ്രഗ്നന്റ് ആവുന്നു. അപ്പൊ എന്താണ് ഇവിടെ ഇവർ ഇത്രയും വേർതിരിച്ചത്? ആ ഒരു കവനന്റിന്റെ ഒരു ബ്യൂട്ടി, ദൈവം കൂടെ ഉള്ളപ്പം. അതാ ഫുൾട്ടൻ ജെൻഷി എന്നൊക്കെ പറയുന്ന മാരേജ് മീൻസ് 3 to get married. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് യു ആൻഡ് യുവർ സ്പൗസ്. അങ്ങനെ ദൈവം നമ്മുടെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ലൈഫിന്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും പരസ്പരം വിശ്വസിച്ച് സ്നേഹിച്ച്, അല്ലെങ്കിൽ മക്കള് തലകുത്തി ഓരോ അൽക്കുലത്തെ സ്വഭാവം കാണിച്ചാലും ഒക്കെ ആസ് എ പാരന്റ്, അല്ലെങ്കിൽ അതെങ്ങനെ ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നാൽ അവളെ നോക്കാനും അല്ലെ, എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഈ ഒരു ഒറ്റ കവനന്റ് അല്ലെങ്കിൽ ഈ ഒരു കൂദാശയുടെ പുറത്ത് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന നല്ല രസമായിട്ട്, അല്ലെങ്കിൽ കുരിശെടുത്തുകൊണ്ട് തന്നെ ജീവിക്കുന്ന ഇഷ്ടം പോലെ ഭാര്യയും ഭർത്താക്കന്മാരുണ്ട്. അവരുടെ ലൈഫാണ് ആക്ച്വലി നമ്മളെ ശരിക്കും ഇൻസ്പയർ ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെ കുറെ ഓടിപ്പോകുന്ന കഥകളല്ല നമ്മളെ ഒരിക്കലും ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്നത് അല്ലെ. ഒരു ബന്ധത്തിൽ വരുമ്പോൾ ആ കാത്തിരിപ്പിന് ശരിക്കും ഒത്തിരി വിലയുണ്ട്. എനിക്കത് ആരും ഇന്നേ വരെ മോശമായിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ ഞാനിങ്ങനെ ഞങ്ങളൊരു ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞപ്പം ഞാനിങ്ങനെ പിള്ളേരോട് ഈ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ ഫസ്റ്റ് കിസ് സേവ് ചെയ്ത് വെക്കാൻ ഞാൻ എൻ്റെ കുട്ടീനെ കണ്ടു എന്ന് പറഞ്ഞില്ല. ഞാനിങ്ങനെ അവളോട് പറഞ്ഞു, വിശാൽ കോൾ ഹർ സാറ. ഓക്കെ, സാറയോട് ഞാനിങ്ങനെ പറഞ്ഞു, സാറ നിന്റെ എന്താണ്? അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കാണിച്ചപ്പോ പറഞ്ഞു, എനിക്കൊരു ക്രഷ് ഉണ്ട്, സോ ഷീസ് പ്ലാനിങ് ലൈക്ക് ഇൻസ്റ്റയിൽ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, അപ്പൊ നമുക്ക് മെസ്സേജ് ഒക്കെ ചെയ്യണം, എന്നിട്ട് ആളായിട്ട് സെറ്റ് ആവണം, അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫസ്റ്റ് കിസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ കുട്ടിക്ക് ഒരു ഇപ്പൊ സമയമായിട്ടില്ലല്ലോ, അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ ഇങ്ങനെ സാറിന്റെ അടുത്ത് ഇങ്ങനെ ഈ കല്യാണത്തിന്റെ കാര്യവും ദ ബ്യൂട്ടി ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി, നീ ഇങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് അവസാനം നിന്റെ ആൾക്ക് വേണ്ടി നീ എല്ലാം സേവ് ചെയ്ത്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കാറുണ്ട്, അതായത് 8 പേരുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു, നീ കല്യാണം കഴിച്ചപ്പോ അയാളുടെ 9ാമത്തെ റിലേഷനാണ് നീ, നിനക്ക് സന്തോഷമാണോ? അത് കേട്ടപ്പോ വളരെ സന്തോഷമാണ് അല്ലെ. നമ്മൾ പറയല്ലേ, നമുക്ക് ഭയങ്കര സന്തോഷമായി. എന്നാ പിന്നെ 10ാമത്തെ ആയാൽ മതിയായിരുന്നു നമ്മൾ പറയോ? ഇല്ലല്ലോ. ആഗ്രഹം എപ്പോഴും അതായത് നമ്മളായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി, അല്ലെങ്കിൽ ഞാനായിരിക്കണം അയാളുടെ ആദ്യത്തെ ആളെന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാറാ ക്യാൻ യു ഡു വൺ തിങ്? നീ ഇത്രയും പ്രഷ്യസ് ആയിട്ട് നീ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഇങ്ങനെ കാത്തു വെക്കുമ്പോൾ ഈശോ നിനക്ക് അതുപോലെ തന്നെ ഒരു സ്പൗസിനെ തരും. ഓക്കെ, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ തന്നെയായാലും ആ സ്പൗസിനെ സ്നേഹിക്കാനുള്ള കൃപ നിനക്ക് തരും. ക്യാൻ യു കീപ് യുവർ ചാസ്റ്റിറ്റി, ക്യാൻ യു കീപ് യുവർ വെർജിനിറ്റി ഫോർ ഹിം? അത് ഈശോ നിനക്ക് തരുന്നേ. അപ്പം അതിങ്ങനെ പറഞ്ഞ് അതാണ് അവൾക്ക് ദൈവത്തോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വിശ്വസ്തത അല്ലെ. വചനം പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിക്കും. ഓക്കെ, അപ്പൊ ഈശോയ്ക്ക് അറിയാം ഇവൾക്ക് പറ്റിയ ഏറ്റവും നല്ല സ്പൗസ് ഏതാന്ന്. കല്യാണം കഴിക്കുന്നത് എന്തിനാണ്? സ്നേഹമുണ്ട്, പരസ്പര വിശദീകരണമാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇപ്പൊ തോന്നും സിസ്റ്റർ ഇതല്ലാത്ത കുറെ കല്യാണങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ പറഞ്ഞ പോലെയൊക്കെ വെച്ചിട്ട്
പക്ഷെ അവിടെ ഞാൻ പറയും, നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത പ്രലോഭനങ്ങളുടെ അപ്പുറത്തേക്കുള്ള അല്ലെങ്കിൽ പരീക്ഷകൾ ദൈവം അനുവദിക്കില്ല. ഓക്കെ, അതൊക്കെ നമുക്ക് ഈ ആംഗിളിൽ നിന്നാലാണ് ലൈഫിനെ നമുക്ക് മനോഹരമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. വീണ്ടും എന്റെ സാറയിലേക്ക് വരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, സാറ can you give me a promise? കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, കുഞ്ഞു മനസ്സിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടല്ലോ, ഇറ്റ് വിൽ ബി there as an impression. ഇവർക്ക് ഏതെങ്കിലും ഒരു കാലത്ത് ഒരു സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ ഓർമ്മ വരുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ പറഞ്ഞു, സാറാ നീ എനിക്കൊരു പ്രോമിസ് തരുമോ? അപ്പം ഞാൻ പറഞ്ഞു, എന്താ? അപ്പൊ ഞാൻ പറഞ്ഞു, സാറാ നീ എനിക്ക് പ്രോമിസ് തരണം, നിന്റെ കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ഡേ ആയിരിക്കും, കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും നീ നിന്റെ ഫസ്റ്റ് കിസ് കൊടുക്കാൻ പോണേ. സാറ ഇങ്ങനെ, ഓ മാൻ, സിസ്റ്ററിന് വേറെ എന്തൊക്കെ ചോദിക്കായിരുന്നു. സിസ്റ്ററിനോട് ഇഷ്ടമുണ്ട്, അന്ന് ഈശോയോട് ഇഷ്ടമുണ്ട്, കുമ്പസാരമൊക്കെ അവിടെ കഴിഞ്ഞാൽ തോന്നുന്നു അന്നേരം. അപ്പം ഷീ വാസ് സ്ട്രഗ്ലിംഗ് ലൈക്ക് എനിത്തിങ്, ബിക്കോസ് അവളുടെ മുമ്പിൽ അവളുടെ ഫ്രണ്ട്സ്, അവളുടെ പിയർ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ സെറ്റ് ഉണ്ട്, ലൈനാണ്. നമ്മൾക്ക് മാത്രമല്ല, ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരുത്തനെ ഫോളോ ചെയ്ത് അവനെ ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോഴാണ് സിസ്റ്റർ ഈ ചലഞ്ചുമായിട്ട് വരുന്നത്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ ഗിവ് ഹർ ദാറ്റ് ഗ്രേസ് ടു സേ യെസ് ടു മീ, സോ ദാറ്റ് അതാണല്ലോ കാര്യം. കാരണം അവിടെ ഒരു വിജയമുണ്ട്. കാരണം ഈശോ പറയുന്നത് അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കണേ. അല്ലാതെ ദൈവം അങ്ങനെ നമ്മളെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ഹി നോ വാട്ട് ഈസ് ദ ബെസ്റ്റ് ഫോർ അസ്. ഓക്കെ, എന്നിട്ട് അവസാനം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ പൊന്നീശോയെ, കാരണം നമുക്ക് സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ടല്ലോ. ഷീ ക്യാൻ സേ യെസ് ഓർ നോ, ഇറ്റ്സ് അപ് ടു ഹർ. അല്ലാണ്ട് എനിക്ക് നിന്റെ കൈ ഇങ്ങോട്ട് ഞാൻ പിടിച്ചത്, എനിക്ക് പ്രോമിസ് താന്നൊന്നും പറയാൻ ഞാൻ അവളുടെ അമ്മയൊന്നും അല്ലല്ലോ. എന്തായാലും അങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കലേ ഷീ പ്രോമിസ്ഡ് മീ. ആൻഡ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ഭയങ്കര സ്ട്രഗിൾ എടുത്തിട്ട് ഇറ്റ്സ് ലൈക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിന്റെ ഒരു നിഷ്കളങ്കതൊക്കെ ഒന്ന് ആലോചിക്കണം. ഇറ്റ് വാസ് ലൈക്ക് ഇങ്ങനെ കണ്ണൊക്കെ പൂട്ടി എന്റെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വളരെ നെഞ്ചുവേദനയോടെ, എന്റെ സിസ്റ്ററേ she promised and I was like oh thank God. അതെനിക്ക് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, സാറാ ഞാൻ എവിടെയൊക്കെ പോയാലും, എവിടെയൊക്കെ സിസ്റ്റർ ഈ ചാസ്റ്റിറ്റിയുടെ കാര്യങ്ങൾ കണ്ടാലും സിസ്റ്റർ മോളെ കുറിച്ചിട്ട് പറയും, ബിക്കോസ് യു ഹാവ് ഡൺ സച്ച് എ ഗ്രേറ്റ് തിങ്. കാരണം മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ ആ കുഞ്ഞ് അവളുടെ ആദ്യത്തെ കുഞ്ഞി അടികൾ വെച്ച് കഴിഞ്ഞു അവളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയിലേക്ക് ഉള്ളത്. ഇതൊക്കെ നമുക്ക് ഭയങ്കര പാഠമാണ്. വേർ വി ആർ സ്റ്റാൻഡിങ്. നമ്മള് ഡേറ്റിംഗ്, ഇപ്പം കുറെ ആപ്പുകളുണ്ട്, ഡേറ്റിംഗ് ആപ്പുകൾ. ഇതിലിപ്പോ ഒരേ സമയം പഞ്ചസ്ഥലങ്ങളിൽ ഡേറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതിൽ എക്സ് വേണോ, വൈ വേണോ, സി വേണോ ഒക്കെ നോക്കുന്ന എല്ലാം ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് ഈ ഹൗ ഫാർ ടു ഫാർ എന്നുള്ള ചോദ്യത്തിന്റെ ഒക്കെ അപ്പുറത്തേക്ക് എന്റെ ഹൃദയത്തിന്റെ വിശുദ്ധിയും എന്റെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒക്കെ വിശുദ്ധിയും മാറ്റേഴ്സ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഈശോ നല്ല ആൾക്കാരെ നമുക്ക് തരും. നമുക്ക് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഈ ടെസ്റ്റ് നോക്കുന്ന പോലെ എൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് നമുക്ക് പറ്റുന്ന ഒരു ചേർന്ന ഇണയെ കർത്താവ് നമുക്ക് തരും. അപ്പം എന്താണ് ഇനി നിങ്ങള് പിന്നെ ഈ റിലേഷൻഷിപ്പ് ഒക്കെ പൊട്ടി അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്ന തകർന്ന കുറെ പിള്ളേരുണ്ട്. അപ്പം എനിക്ക് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഇവള് ബ്രേക്കപ്പ് ആയി, ഭയങ്കര വിഷമാണ്. അപ്പം ഞാൻ ഈ ബൈബിൾ വചനങ്ങൾ അയച്ചു കൊടുക്കുമായിരുന്നേ. ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഈ വചനങ്ങളാണ് എന്നെ കൈപിടിച്ച് ഉയർത്തിയെന്ന്. എന്ന് വെച്ചാൽ വചനങ്ങൾ ഓൾസോ ഈ സ്പീച്ച് ഉണ്ടാവും, നമ്മുടെ അച്ഛന്മാരുടെ ചെറിയ ചെറിയ സ്പീച്ച്. അപ്പൊ ഞാൻ കാണുമ്പോ എനിക്ക് അവളെ ഓർമ്മ വരും, ഞാൻ അവൾക്ക് അയച്ചു കൊടുക്കും. അപ്പം അവളത് ഇരുന്ന് കാണും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ടാവാം, പക്ഷെ അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇവര് നേരെ പോകുന്നതാണെങ്കിൽ ലഹരിന്റെ ഇതിലോ, അല്ലെ സൂയിസൈഡ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഇപ്പൊ ഇതായത് അല്ലെ ചിലർ ഫുഡ് ഇതാക്കാൻ പോകും, അല്ലെങ്കിൽ കുറെ കറങ്ങാൻ പോകും, അല്ലെ കുറെ ബുക്സ് വായിക്കും, അങ്ങനെ ഏകാന്തത ഇഷ്ടപ്പെടും, ലൈക്ക് അങ്ങനത്തെ ഒരുപാട് ശീലങ്ങളിലേക്ക് പോകും. പക്ഷെ അതൊക്കെ ഒരു ചെറിയ നിമിഷത്തിലേക്ക് നമുക്ക് ആശ്വാസം നൽകുള്ളൂ. വീണ്ടും നമ്മൾ അതിനേക്കാൾ കൂടുതൽ ഒരു ഡീപ്പായിട്ട് അല്ലെങ്കിൽ വിഷമത്തിലേക്ക് ഡൗൺ ആയി പോകും. പക്ഷെ അതിനെല്ലാം അപ്പുറം സ്ഥിരമായിട്ട് നമുക്ക് ആശ്വാസം നൽകുന്നത് നമ്മുടെ ഈശോയുടെ അടുത്ത് തന്നെയാണ്. നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയാലും അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ട്രൈ ചെയ്താലും ലാസ്റ്റ് സ്ഥിരമായിട്ട് നമുക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മെ സഹായിക്കുന്ന ഒരു ആള് ഈശോയാണെന്നുള്ളൊരു ബോധ്യം ഇന്നത്തെ തലമുറയ്ക്ക് നമുക്ക് എങ്ങനെ എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ള മെസ്സേജ്. എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ഈ പറഞ്ഞ പോലെ ഫുഡ്, ട്രിപ്പിംഗ്, ട്രാവലിംഗ്, വാൻഡർലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരുത്തരൊക്കെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ കുറെ വായിക്കുന്നു, ഇഷ്ടമുള്ള പോലെ നടക്കുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു. പക്ഷെ ഇതിന്റെയൊക്കെ അവസാനം എന്ന് പറയുന്നത് ഒരു ശൂന്യതയും എവിടെ എത്തിപ്പെടുന്നതും ഏകാന്തതയൊക്കെ തന്നെ. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഡിപ്രഷൻ,
അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാം, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്നുള്ള കാര്യത്തിലൊക്കെ. അപ്പൊ ഞാനിങ്ങനെ സാന്ദ്ര അത് പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഓർക്കായിരുന്നു. ഞാൻ ഈ അടുത്താണ് ഇതിനെക്കുറിച്ച് കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഒരു അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തന്നായിരുന്നു. CCCയിൽ 324 അതിലിങ്ങനെ പറയുന്നത്, ഭൗതിക തിന്മ മാത്രമല്ല ധാർമ്മിക തിന്മ പോലും ദൈവം അനുവദിക്കുന്നു എന്ന വസ്തുത ഒരു ദിവ്യ രഹസ്യമാണ്. തിന്മയുടെ മേൽ വിജയം വരിക്കുവാനായി മരിച്ചുയർത്ത ദൈവപുത്രനായ യേശുക്രിസ്തുവിലൂടെ ദൈവം ഈ രഹസ്യം അനാവരണം ചെയ്യുന്നു. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെന്റൻസ് ഇതൊന്നും അല്ല, അടുത്തതാണ്. തിന്മയിൽ നിന്ന് നന്മ ഉളവാക്കുവാൻ കഴിയില്ലായിരുന്നെങ്കിൽ ദൈവം ആ തിന്മ അനുവദിക്കുകയില്ലായിരുന്നു എന്ന് വിശ്വാസം നമുക്ക് ഉറപ്പു തരുന്നു. ഇതെല്ലാവരും ഒന്നുകൂടെ ഒന്ന് കേൾക്കണേ. തിന്മയിൽ നിന്ന് നന്മ ഉളവാക്കുവാൻ കഴിയില്ലായിരുന്നു എങ്കിൽ ദൈവം ആ തിന്മ അനുവദിക്കുകയില്ലായിരുന്നുവെന്ന് വിശ്വാസം നമുക്ക് ഉറപ്പു തരും. അതായത് ദൈവം ഒരിക്കലും ദൈവത്തിന് നന്മയാക്കി മാറ്റാൻ പറ്റാത്ത ഒരു തിന്മയും നമ്മുടെ ലൈഫിലോ ഈ ലോകത്തിലോ അനുവദിക്കില്ല. ഇപ്പൊ നമ്മൾ പറയത്തില്ല ഇവിടെ യുദ്ധം നടക്കുന്നു അല്ലെങ്കിൽ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നത്, ദൈവം ഉണ്ടോ, എന്താണ് മനുഷ്യന് സഹനം തരുന്നത്? പക്ഷെ ദൈവത്തിന് ഒരു നല്ലതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനവും ദൈവം അനുവദിക്കില്ല. ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. ഇപ്പൊ മോള് പറഞ്ഞില്ലേ, ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം ഒക്കെ ചിലപ്പം നമുക്കറിയില്ല, ആരെങ്കിലും ഒക്കെ ഈ പറഞ്ഞ പോലെ ചിലപ്പം അവർക്ക് അവരുടെ വെർജിനിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അറിവില്ലാത്തൊരു കാലഘട്ടത്തിൽ സ്കൂൾ സമയത്ത് പോയി എല്ലാം കഴിഞ്ഞ് പിന്നെ അത് അതിനെക്കുറിച്ച് റിയലൈസ് ചെയ്യുമ്പോഴത്തേനും ഷീ മൈറ്റ് ഹാവ് ലോസ്റ്റ് എവറിത്തിങ് വാട്ട് ഷീ തോട്ട്. ഓക്കെ, പക്ഷെ അവിടെയൊക്കെ നമുക്ക് പറയാനുള്ളത് ഈ പറയുന്ന ഈശോ ഇതൊന്നും നോക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് ആശ്വാസം കണ്ടെത്താൻ പറ്റുന്നത് വചനം പറയുന്നുണ്ട്, അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. അതുപോലെ ഈശോയ്ക്ക് നമ്മളെ കയറ്റിയെടുത്ത് കൊണ്ടുവരാനും പറ്റും. അതുപോലെ എനിക്ക് ഇതിൽ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ലൈഫിലാണെങ്കിലും എന്ത് തെറ്റ് സംഭവിച്ചാലും വി ക്യാൻ തിങ്ക് ഇൻ ദിസ് വേ ദാറ്റ് എൻ്റെ ഒരു കുഞ്ഞു തെറ്റാണെങ്കിൽ കൂടെ അത് ദൈവത്തിന് നന്മയാക്കി മാറ്റാൻ പറ്റുന്ന ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് ദൈവം അത് അനുവദിച്ചേ. തെറ്റ് വന്നാലും ഇനിയിപ്പം അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കാം, അറിയാതെ ചെയ്തതായിരിക്കാം, പക്ഷെ നീ അത് ദൈവത്തിനൊന്ന് കൊടുക്കുമ്പോൾ ഹി വിൽ ടേൺ ദാറ്റ് ടു ഗുഡ്. റോമ 8:28 പറയുന്ന പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ട് അവിടെ നിന്ന് പരിണമിപ്പിക്കും. അപ്പൊ ഇത് ശരിക്കും ഒരു ഭയങ്കര ഗുഡ് ന്യൂസാണ്. ഈ ഡേറ്റിങ്ങിൽ തകർന്നു പോയവർക്കും ഡേറ്റ് ചെയ്യാൻ പോകുന്നവർക്കും ഒക്കെ യെസ് പറയാനും നോ പറയാനും ഒക്കെ പറ്റട്ടെ, നിങ്ങൾക്കും പറ്റട്ടെ. ഇനി സിസ്റ്റർ ആവാൻ ആഗ്രഹമുള്ളവർക്ക് സിസ്റ്ററൊക്കെ ആവാട്ടോ. സീനൻ യെസ്, ഒരു നല്ല ഡേറ്റിംഗ് കാലം നമുക്ക് അലീനയ്ക്ക് ആശംസിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കണം. ഓക്കെ, ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.